നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, പിണറായി വിജയൻ വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് വരുന്ന വാർത്തകൾ. അതായത് ഈ വരുന്ന ചോദ്യം ചെയ്യലും ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇ ഡി വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ഇ ഡി പിണറായിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇനി പിണറായി വിജയൻ്റെ ഭാവി എന്തായിരിക്കും? രാജിവെക്കേണ്ടി വരുമോ? എന്തായിരിക്കും പിണറായി വിജയൻ്റെ അവസ്ഥ? പിണറായി വിജയൻ്റെ അവസ്ഥ വളരെ ദയനീയമായിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. അത് മറ്റൊന്നുമല്ല, വിതച്ചത് കൊയ്യും. ഇപ്പോൾ പണ്ടൊക്കെ കോടിയേരി പറഞ്ഞാണല്ലോ, പാടത്ത് പണി വരമ്പത്ത് കൂലി. അപ്പോൾ ഇപ്പോൾ വരമ്പത്ത് കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അത് ആർക്കും തടയാൻ കഴിയില്ല. അത് ഈ വിധിയെന്നോ നിയോഗമെന്നോ കർമ്മഫലമെന്നോ ഒക്കെ അതിനെ പറയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ടിയെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് MA ബേബി തുടങ്ങിയ ഒരു വലിയ വിഭാഗം ആൾക്കാർ. ഇത് കഴിഞ്ഞ പിണറായി സഭയിൽ, പിണറായി ഭരണകാലത്ത് പിണറായി മന്ത്രിസഭയിൽ പിണറായിക്കൊപ്പം ഇങ്ങനെ ഓച്ചാനിച്ച് നിന്ന പി രാജീവ്, KN ബാലഗോപാൽ തുടങ്ങി ഇപ്പോൾ സ്വരാജ് വരെയുള്ള ആൾക്കാർ. ഇതിൽ ഈ ഷംസീർ, ജയ്ക്ക്, മുഹമ്മദ് റിയാസ് ഇവരെയൊന്നും വലുതായിട്ട് കൂട്ടണ്ട. കാരണം ഇതൊന്നും ഈ പാർട്ടി എന്താണെന്നും കമ്മ്യൂണിസം എന്താണെന്നും CPIM-ൻ്റെ കേരളത്തിലെ ചരിത്രം എന്താണെന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി വന്നവരൊന്നുമല്ല. ഒരു ഒഴുക്കുവെള്ളത്തിൽ വന്നു, പിണറായിയുടെ തണലിൽ വളർന്നു എന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് കേരളത്തിൽ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ പറ്റില്ല. അല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അണികളുണ്ട്. പല കമ്മ്യൂണിസ്റ്റുകാരും തിരിച്ചു ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ബേബി, രാജീവ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ EMS-നെ പോലെയുള്ള പല മുതിർന്ന നേതാക്കളോടൊപ്പം പ്രവർത്തിച്ചവരാണ്. അതിൻ്റെ ഒരു തെളിച്ചവും വെളിച്ചവും ഒക്കെ അവരിലുണ്ട്. അവരാണ് ഇപ്പോൾ ഈ പാർട്ടി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവർക്കൊരു കാര്യം മനസ്സിലായി, പാർട്ടി വലിയ തകർച്ചയിലാണ് എന്നുള്ളത് കാര്യം അവർക്ക് മനസ്സിലായി. കാരണം അണികൾ ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പം ഈ 5-5.5 ലക്ഷം അണികളുണ്ട് പാർട്ടിക്ക്. ഈ അണികൾ അതിൽ ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ ഇന്ന് പാർട്ടിക്ക് എതിരാണ്. കാരണം ഇന്ന് ഈ പാർട്ടിയിൽ കമ്മ്യൂണിസം ഒഴിച്ചു ബാക്കിയെല്ലാം ഉണ്ട്. കമ്മ്യൂണിസം ഇല്ല എന്ന് പരിതപിക്കുന്ന, അതിൽ വേദനിക്കുന്ന ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. അവർ ഇതെല്ലാം ആത്യന്തികമായിട്ട് പാർലമെന്ററി രംഗത്തേക്ക് വരികയും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ഇത് ഫ്രൂട്ട്ഫുൾ ആകുന്നത്. ഇത് ഫലം വരണമല്ലോ. ഫലം വന്നില്ലെങ്കിൽ പിന്നെ ഇതിന് കാര്യമില്ല. അപ്പോൾ അവിടെ ഇത്തരം ആൾക്കാർ ആ പാർലമെന്ററി ജനാധിപത്യത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയാണ്. അതാണ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ പാർട്ടിക്ക് എതിരായിട്ട് പാർട്ടിയെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ, പിണറായിയെ ഒന്ന് ശുദ്ധീകരിക്കാൻ, നല്ല വഴിക്ക് നയിക്കാൻ ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ പേര് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് G സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ട് കടന്ന് വെള്ളം കുടിച്ചത്, പിന്നാക്കം പോയി. പാർട്ടിയിൽ ഈ പറയുന്ന അധികായന്മാരായ ആൾക്കാരെല്ലാം തോറ്റുപോയതും അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ശൈലജയോടോ രാജീവിനോടോ ഒക്കെ എന്തെങ്കിലും വിരോധം ആൾക്കാർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ട് അവരോട് വിരോധമില്ല. പക്ഷേ പിണറായി വിജയനെ താഴെ ഇറക്കണമെങ്കിൽ ഇവരെ എല്ലാം തോപ്പിച്ചേ മതിയാവും. അങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പാർട്ടിക്കാർ കൊടുത്തിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയിൽ കണ്ട കാഴ്ച ഇപ്പോൾ അത് വൈറലായി, എന്താ പറയുക, മലയാളികളുള്ള സ്ഥലത്തെല്ലാം അത് എത്തപ്പെട്ട് കഴിഞ്ഞു. നിയമസഭയിൽ സർക്കാരിനെതിരെ ഒരു വലിയ വാഗ്വാദത്തിനിടെ ആഞ്ഞടിക്കുന്ന KN ബാലഗോപാൽ പിണറായിയെ ശാസിക്കുകയാണ്. LOP എന്താ മിണ്ടാതിരിക്കുന്നത്? LOP അല്ലേ പറയേണ്ടത് എന്ന് വെച്ചാൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞു. ഒടുവിൽ സ്പീക്കർക്ക് ഇടപെടേണ്ടി വന്നു. അതായത് പിണറായിയുടെ പാർട്ടി, പിണറായിയുടെ മുന്നണിയിൽ നിന്ന് ഒരാൾ പോലും പിണറായിയെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ബാലഗോപാലിനെ വിലക്കിയില്ല. ബാലഗോപാൽ വളരെ ശക്തമായിട്ട് ഏതാനും എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ തികച്ച് 1 മിനിറ്റ് എടുത്തതാണ്. ആ 1 മിനിറ്റിനുള്ളിൽ കാര്യം കഴിഞ്ഞു. വളരെ ശക്തമായിട്ട് പിണറായി തന്നെ ഇങ്ങനെ അന്തം വിട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുന്ന ഒരു എന്താണ് സംഭവിച്ചതെന്ന് പിണറായിക്ക് പോലും മനസ്സിലായില്ല. ഇയാൾ വഴക്ക് പറയാണ് പിണറായിയെ.
നോക്കൂ, കെ.എൻ. ബാലഗോപാലിനെ പോലൊരാള് പാർട്ടിയിൽ അത്രയൊന്നും വലിയ സീനിയർ അല്ലാത്ത ഈ പറയുന്ന ഇപ്പൊ ബേബിയോ ഒക്കെ ആണെങ്കിൽ പാർട്ടി സൈദ്ധാന്തികനാണ്. തോമസ് ഐസക് കമ്മ്യൂണിസം കണ്ടുപിടിച്ച ആളാണ്. എന്ന് വെച്ചാൽ കാറൽ മാർക്സ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് മാർക്സിനും ഏംഗൽസിനും ഇടയ്ക്ക് ഇരുത്താൻ പറ്റുന്ന ആളാണ് തോമസ് ഐസക്. എം എ ബേബി അതെ, എം എ ബേബി എനിക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട്, മാർക്സിനേക്കാൾ മുകളിലാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും അവരാരും കാണിക്കാത്ത ധൈര്യമാണ് കെ.എൻ. ബാലഗോപാൽ കാണിച്ചത്. അപ്പൊ കെ.എൻ. ബാലഗോപാൽ അങ്ങനൊരു ധൈര്യം കാണിക്കണമെങ്കിൽ കെ.എൻ. ബാലഗോപാൽ ഒറ്റയ്ക്കല്ല, കൂടെ ആൾക്കാരുണ്ട്. പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ളവർക്ക് പിന്തുണ വേണ്ട. അതായത് ഇപ്പൊ നിയമസഭയിൽ രാജീവില്ല, ഈ പറഞ്ഞ പഴയ പ്രമുഖരായ എം.ബി. രാജേഷ് ഇല്ല, അങ്ങനെ ആരുമില്ല, അവരെല്ലാം തോറ്റുപോയി. ഉള്ളതൊരു കെ.എൻ. ബാലഗോപാലാണ്. അപ്പോൾ കെ.എൻ. ബാലഗോപാലിന് അതിശക്തമായ പിന്തുണ പാർട്ടി നേതൃത്വത്തിൽ നിന്ന്, അതായത് സാക്ഷാൽ എം എ ബേബിയിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ആ ധൈര്യത്തിലാണ് പിണറായിയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒടുവിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെടേണ്ടി വന്നു. പിണറായിയെ മര്യാദ പഠിപ്പിക്കാൻ മാത്രം താങ്കളായിട്ടില്ല, അദ്ദേഹം വളരെ സമുന്നതനായ നേതാവാണ്, വലിയ പാരമ്പര്യമുള്ള ആളാണ്, അനുഭവജ്ഞാനമുള്ള ആളാണ്, അദ്ദേഹം എന്ത് പറയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചോളും എന്നൊക്കെ പറഞ്ഞ് കെ.എൻ. ബാലഗോപാലിനെ ശാസിച്ചെങ്കിലും അത് ഒരു ശാസനയുടെ രൂപത്തിലല്ലാതെ വളരെ മയത്തിൽ പറഞ്ഞപ്പോൾ അത് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ. അത് സത്യത്തിൽ ഈ പഴയ ഒരു പിണറായി ആണെങ്കിൽ ഇതൊന്നും അല്ല അവസ്ഥ. പിണറായി ഒന്നുകിൽ അവിടെ വെച്ച് കെ.എൻ. ബാലഗോപാലിനെ ആക്രമിക്കും, അല്ലെങ്കിൽ പിണറായി രാജിവെച്ചൊഴിയും. ഇതിപ്പോ ഇത് ഒന്നിനും പറ്റാത്ത പറ്റില്ല. കാരണം ഒന്ന്, ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ പദവിയാണ്. അതെ, ആ പദവിയിൽ നിന്ന് ഇറങ്ങിയാൽ പിണറായിക്ക് അതിന്റെ അപകടം പറയും. മറ്റത് ആ പദവിയിൽ ഇരിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം സ്പീക്കറുടെ അനുമതി വേണം. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും പറഞ്ഞു നിൽക്കാമല്ലോ, സ്പീക്കറുടെ അനുമതി വേണം. ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ തന്നെ അത് തടയാൻ സ്പീക്കർക്ക് മാർഗങ്ങളുണ്ട്. ഇതൊക്കെയാണ് പിണറായിയെ കടിച്ചു തൂങ്ങാൻ, പ്രതിപക്ഷ നേതാവ് എന്ന കസേരയിൽ കടിച്ചു തൂങ്ങാൻ പിണറായിയെ നിരന്തരം നിർബന്ധിതമാക്കിയിരിക്കുന്ന, സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ ഇനി എന്ത് സംഭവിച്ചാലും, എത്ര അപമാനിച്ചാലും പിണറായി ആ കസേര വിടില്ല എന്ന് എം എ ബേബിക്കും ഐസക്കിനും ബാലഗോപാലിനും രാജീവിനും എം.ബി. രാജേഷിനും ഒക്കെ അറിയാം. കെ ശൈലജയ്ക്ക്, പി കെ ശ്രീമതിക്ക്, എം.വി. ജയരാജന്, പി ജയരാജന് തുടങ്ങി എല്ലാ ജയരാജന്മാർക്കും ഇതൊക്കെ അറിയാം. അവിടെ അതുകൊണ്ട് തന്നെ പിണറായിയെ എങ്ങനെ അവിടെ നിന്ന് പിണറായി ആയിട്ട് രാജിവെക്കില്ല. ശ്രീല ചോദിച്ച ചോദ്യം അതാണ്. പിണറായി സ്വയമേവ പാർട്ടിക്ക് ഒരു മാനക്കേട് വരുത്തണ്ട എന്ന്, അങ്ങനെ സംഭവിക്കുകയേയില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടി ഒന്നും ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹത്തിൻ്റെയും മകൾ വീണ വിജയന്റെയും മകൻ വിവേകിന്റെയും ഒക്കെ രക്ഷ മാത്രമാണ് അദ്ദേഹത്തിന്റെ വിഷയം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കസേര വിടില്ല, ഊടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കും. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയില്ല, പിണറായിയെ എങ്ങനെയെങ്കിലും വെട്ടണം. അപ്പോൾ അവരതിന് കണ്ടെത്തുന്നത് ഈ വീണ വിജയൻ അറസ്റ്റിലായാൽ ആ കാരണം ചൂണ്ടിക്കാട്ടി ഒരു ഭരണഘടനാ പദവി വഹിക്കരുത് എന്ന ഒരു വാദം ഉയർത്തും. അത് ഉയർത്തി അതിശക്തമായിട്ട് അപ്പോൾ അവിടെ പിണറായി, ഞാൻ പറഞ്ഞല്ലോ, പിണറായി കോംപ്രമൈസിന് തയ്യാറാവില്ല. അപ്പോൾ പി ബിയിൽ, കാരണം ഇദ്ദേഹം പി ബി ആയതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിക്കും ഉപരി പി ബിയിലെ ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ പി ബിയിൽ ചർച്ച ചെയ്യും. പി ബിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന അംഗങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നോ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. നിലവിൽ പിണറായി പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന് തീരുമാനിച്ചതും പി ബി ആണ്. പി ബിയിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ബലത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി ബിയിൽ ആ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പിണറായിക്ക് രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും CPM-ലെ വിഭാഗീയത ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളതുപോലെ VS പിണറായി പോര്, അല്ലെങ്കിൽ നയനാർ VS പോര് എന്നൊക്കെ പറയുന്ന പഴയ ഗൗരിയമ്മയുടെയൊക്കെ, പുതിയ തലമുറയ്ക്ക് അത് പരിചിതമല്ല, പക്ഷെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം പണ്ട് എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിഭാഗീയത രൂക്ഷമായിരുന്നത്. ഈ വിഭാഗീയതയെ മുതലെടുത്ത് സാക്ഷാൽ നമ്മുടെ EMS നമ്പൂതിരിപ്പാട് പാർട്ടിയെ എങ്ങനെയാണ് കൊണ്ടുപോയത്, ഏൽക്കാതെ കൊണ്ടുപോയത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അന്ന് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം മുതിർന്ന പത്രപ്രവർത്തകർക്ക് അറിയാം, കാരണം അവരൊക്കെ അതിന് സാക്ഷികളായിരുന്നവരാണ്.
MV രാഘവൻ്റെ ബദൽ രേഖ വന്നപ്പോൾ ഒക്കെ പാർട്ടി സ്വീകരിച്ച നിലപാട് എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇപ്പോൾ ഒരു വശത്ത് പിണറായി വിജയനും MV ഗോവിന്ദനും, മറുവശത്ത് സമ്പൂർണമായ പാർട്ടി. ഇതാണ് അവസ്ഥ. ഇവിടെ പിണറായി തൻ്റെ സ്വതസിദ്ധമായ കൗശലങ്ങൾ കൊണ്ടും സൂത്രപ്പണികൾ കൊണ്ടും പഴയ ഒരു അപ്രമാദിത്വം ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ EDയുടെ കേസിലും കണ്ടത്. EDയുടെ കേസ് വരുമ്പോൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വന്നു എന്ന ലേബലിൽ ആൾക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് അവിടെ ഒരു നീക്കം നടത്തിയത്. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ നാളെ ഇത് ED കേസ് പിണറായിയിലേക്ക് എത്തിയാൽ നാളെ രാഷ്ട്രീയപരമായി പിണറായി വിജയനെ ആക്രമിക്കുകയാണ് മകളിലൂടെ എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ആ കൗശലമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അവരത് പറയുന്നുണ്ട്. ആ നെറേറ്റീവ്, അതായത് പിണറായിയെ വേട്ടയാടാനാണ് മകളെ കരുവാക്കുന്നത് എന്നൊരു നെറേറ്റീവ് ഉണ്ട്. പക്ഷെ ഇനി അതൊന്നും നിലനിൽക്കില്ല. കാരണം മകള് ചെയ്ത കുഴപ്പങ്ങൾ എന്താണെന്നും ആ കുഴപ്പങ്ങൾക്ക് കാരണം എന്താണെന്നും അതിലെ അച്ഛൻ്റെ പങ്ക് എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് ഇപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ കാര്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ED അന്വേഷണവും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും ഒന്നും അത്ര പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുന്ന കുരുക്കല്ല. അത് വളരെ സങ്കീർണമായ കുരുക്ക് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു വശത്ത് പിണറായിയും MV ഗോവിന്ദനും, മറുവശത്ത് പാർട്ടി. ഇതാണ് അവസ്ഥ. പണ്ട് നമ്മൾ ആലോചിക്കണം, ഒരു വശത്ത് VS ഒറ്റയ്ക്ക്, മറുവശത്ത് പിണറായിയും പാർട്ടി ഔദ്യോഗിക നേതൃത്വം. ഇപ്പോ അത് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു വശത്ത് പിണറായി വിജയനും MV ഗോവിന്ദനും, മറുവശത്ത് പാർട്ടി ഔദ്യോഗിക നേതൃത്വം. അത് സാക്ഷാൽ ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ ഇങ്ങോട്ട്. ബേബിക്ക് പിണറായി വിജയൻ ഇവിടെ തുടരുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ കൊടുത്താൽ കണ്ണൂരും കിട്ടും, കണ്ണൂരും കിട്ടും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് സഖാവ് പിണറായി വിജയന്. മറ്റൊന്ന്, ബേബിക്ക് നന്നായിട്ട് അറിയാം 26 MLA-മാരുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, പാർട്ടി പിന്നെ രക്ഷപ്പെടില്ല എന്ന് നന്നായിട്ടറിയാം. കാരണം ഈ 10 കൊല്ലത്തെ പാപഭാരം കേവലം 5 കൊല്ലം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. മാത്രമല്ല VD സതീശൻ സർക്കാർ വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടെയാണ് ഓരോ ചുവടും വയ്ക്കുന്നത്. അവരതുകൊണ്ട് തന്നെ ഒരവസരം, ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിന് ഇനി ഒരു അവസരം കൊടുക്കാതിരിക്കാൻ അവർ വലിയ തേനും പാലുമൊന്നും ഒഴുക്കുന്ന ഭരണം കാഴ്ചവെച്ചില്ലെങ്കിലും അവർ ഇങ്ങനെ ഒരു അവസരം ഇടതുപക്ഷത്തിന് കൊടുക്കാതിരിക്കാൻ കനത്ത ജാഗ്രത കാണിക്കും. മാത്രമല്ല, വേണമെങ്കിൽ ആ ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് BJPയെ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യിക്കാനും VD സതീശൻ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ ശ്രമിക്കും എന്ന് തീർച്ചയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും നന്നായിട്ട് MA ബേബിക്കും P രാജീവിനും MB രാജേഷിനും പിന്നെ ഇയാൾക്കും സ്വരാജിനും ഒക്കെ അപകടം അറിയാം. ഈ കേവലം 26 MLA-മാരെയും കൊണ്ട് മുന്നോട്ട് പോയാൽ പാർട്ടിയോട് പിണറായി വിജയനോട് ഒക്കെ അകന്നു നിൽക്കുന്ന ആൾക്കാർ, ഇതിനകത്തൊരു വേറൊരു കുഴപ്പം കൂടിയുണ്ട് ശ്രീലെ, സ്ഥിരമായിട്ടൊരു ചിഹ്നത്തിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിഹ്നത്തിൽ മാറി കുത്തുന്നില്ല. അങ്ങനെ ഒരു കൂട്ടര് ആദ്യമായിട്ട് ആ ചിഹ്നം മാറി കുത്തിയാലേ പിന്നെ അവരൊരിക്കലും ഈ പഴയ ചിഹ്നത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യത. അങ്ങനൊരു ഒരു പൊളിറ്റിക്കൽ സൈക്കോളജിയാണ്. നമ്മളെ എന്തു പറഞ്ഞാലും ഇപ്പോൾ കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് BJPയും CPM. അപ്പോൾ എപ്പോഴും ഈ കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേതാക്കന്മാർക്കും ഒക്കെ ഒരു ധാരണയുണ്ട്, നമ്മളൊക്കെ എന്ത് ചെയ്താലും നമ്മൾ ഇഷ്ടങ്ങൾ നമ്മളുടെ താല്പര്യങ്ങൾ ഇവർ ചിഹ്നത്തിൽ കുത്തും എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ആ സത്യത്തിൽ അതൊരു വലിയ ട്രാപ്പാണ്. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിൽ അതൊരു ഫാസിസ്റ്റ് സ്വഭാവമാണ്. പക്ഷെ നമ്മളും ഇമോഷണലി അതിൽ അഡിക്റ്റ് ആയി പോകുന്നതുകൊണ്ടാണ്. നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിച്ച് ചെന്നാൽ പോലും ചെയ്യാൻ നമ്മുടെ ചിഹ്നം കാണുമ്പോൾ നമ്മൾ അങ്ങ് ചെയ്തു പോകും. നമ്മുടെ മനസ്സ് പോലും അതിന് രൂപപ്പെടുന്നില്ല. നമ്മുടെ ഒരു ഈഗോ ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് വരെ ഈ ചിഹ്നത്തിലല്ലേ, ഇനി എങ്ങനെ ഞാൻ മാറ്റി കുത്തും എന്നുള്ള അങ്ങനെ ഒരു ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്തവണ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പോയ ആളാ ഞാൻ. കാരണം എന്റെ വീട്ടിലാരും വന്നിട്ടില്ല. പക്ഷെ അല്ല, ഞാൻ അവിടെ ചെന്ന് നേരെ വോട്ടിംഗ് മെഷീനിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത് കിടക്കുന്ന താമരയ്ക്ക് കുത്തി. അതെന്റെ നമ്മൾ ശരിക്കും അങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയം
ഞാൻ പറയുന്നത് അങ്ങനെ അല്ല, ഇത്തവണ ഈ സംഭവിച്ചത് CPM-ലും BJP-യിലും ഒരുപാട് പ്രവർത്തകർ. ഇതിപ്പോ എന്താണ് CPM-കാർ അനുഭവിക്കുന്ന ഈ പ്രശ്നം BJP-ക്കാർക്ക് ഒരു പാഠമാണ്. കാരണം എന്താ വെച്ചാൽ പ്രവർത്തകർ പ്രവർത്തകർ മടുത്തിട്ട് നേതാക്കന്മാരെ കൊണ്ട് നേതാക്കന്മാർ പണം ഉണ്ടാക്കുന്നു, നേതാക്കന്മാർ അവരുടെ കാര്യങ്ങൾ പാർട്ടിയിൽ നടത്തുന്നു. അതെ, പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ആശയത്തിനോ ആദർശത്തിനോ വേണ്ടിയല്ല പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഈ ഐഡിയോളജിക്ക് അപ്പുറത്തേക്ക് നേതാക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഈ പ്രവർത്തകർക്കെല്ലാം ഉണ്ടായത്. ഒരു ഘടകം കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചതാണ് എന്തുകൊണ്ട് കേരളത്തിൽ CPM തോറ്റു, BJP 15% വോട്ടിൽ തളയ്ക്കപ്പെട്ടു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ത്രീ വോട്ടർമാർ വലിയ തോതിൽ ഈ രണ്ട് പാർട്ടിയും കൈയൊഴിഞ്ഞു. അതിന്റെ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല യുവതീ പ്രവേശനം നടത്തിയപ്പോഴും പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ അതിനോട് പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ജനം അത് തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയമല്ലേ, അവർ ജയിക്കാൻ വേണ്ടി കാണിച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ച് പക്ഷെ സ്വർണ്ണക്കൊള്ള CPM-ന്റെ അടിവേരിളക്കിയിരിക്കുകയാണ്. BJP-യുടെയും ആ വിഷയം ഉന്നയിച്ചതേ ഇല്ല. അതുകൊണ്ട് അവര് തമ്മിൽ ഭേദം. കോൺഗ്രസ്സുകാര് UDF വന്ന ഒന്നും അല്ലെങ്കിൽ ഇവരൊക്കെ ദൈവവിശ്വാസികളാണ്. അയ്യപ്പന്റെ മുതല്, പപ്പനാവന്റെ മുതല്, ചോറ്റാനിക്കര അമ്മയുടെ മുതല്, ഗുരുവായൂരപ്പന്റെ മുതല് ഇതൊന്നും അങ്ങനെ കക്കില്ല എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ, ഭക്തരായ സ്ത്രീകൾ. നിങ്ങൾ കേരളത്തിൽ പണ്ടൊരിക്കൽ നമ്മുടെ ബിഗ് TV-യിൽ വേണു ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. സ്ത്രീകൾ, അമ്മമാര് ക്ഷേത്രങ്ങൾ തോറും അവർ സംഘടിക്കുന്നു. അവർ അവിടെ രാവിലെ വരുന്നു, രാമായണം വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ഭാഗവതത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. ശരിയാണ്, കേരളത്തിൽ ഉണർന്നു വന്ന ഹിന്ദുത്വത്തിന്റെ അലയൊലികൾ അമ്മമാരിലൂടെ അങ്ങനെയൊക്കെയാണ് പ്രവഹിച്ചത്. അത് തീർച്ചയായിട്ടും ആ അമ്മമാരാണ് വലിയ രീതിയിൽ അവർക്ക് ഒരുപാട് പേരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. ആ സ്വാധീനിച്ചതിന്റെ ഫലമാണ് 102 സീറ്റിൽ UDF ജയിച്ചതും കേവലം 35 സീറ്റിൽ ഒരു രാജ്യസഭ MP-യെ പോലും ജയിപ്പിക്കാൻ പറ്റാത്തവണ്ണം CPM തകർന്നു പോയത്, LDF തകർന്നു പോയതും BJP 15% മുകളിലേക്ക് ഉയരാതെ അതിന് താഴേക്ക് വന്നത്. സാധാരണ വോട്ടിംഗ് പെർസെന്റേജിൽ കാരണം അതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ LDF-നെ സംബന്ധിച്ച് ജനങ്ങളുടെ വികാരങ്ങളെ, ജനങ്ങളുടെ ആശയത്തെ, ജനങ്ങളുടെ തീരുമാനത്തെ ജനങ്ങളുടെ ഒന്നും വെല്ലുവിളിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മോശം പ്രവണത, ഇപ്പൊ ഞാനൊരു BJP അനുഭാവിയാണ്, പക്ഷെ BJP അനുഭാവിയാണെന്ന് പറയുമ്പോഴും BJP-യിലെ ചില നേതാക്കന്മാരുടെ തെറ്റായ കാര്യങ്ങൾ, ഇപ്പോൾ അഴിമതി കാണിക്കുന്നത്, ചില പ്രവണതകൾ, ചില ആവശ്യമില്ല സ്വജനപക്ഷപാതം, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. BJP-യുടെ ഐഡിയോളജിയോട് ഞാൻ ഐഡിയോളജിയെ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല, ഐഡിയോളജിയെ ഒരിക്കലും എതിർത്തിട്ടില്ല. ഐഡിയോളജിയെ പറ്റി എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ചോദ്യം ചെയ്തിട്ടില്ല. ആകെയുള്ള പ്രശ്നം നേതാക്കന്മാർ കാണിക്കുന്ന അവരുടെ സ്വജനപക്ഷപാതം, കൊള്ളരുതായ്മകൾ, വിവരവും ബോധവും ഇല്ലാത്തവരെ അവര് ഓരോ സ്ഥാനത്ത് പിടിച്ചു വെക്കുന്നു, അവർ തന്നെ പണം ഉണ്ടാക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലോകത്തുള്ള കടങ്ങളെല്ലാം വിടുന്ന ആൾക്കാരെ, അതായത് പാർട്ടിയെ ഉപയോഗിക്കുന്നത് പണത്തിന് വേണ്ടിയാണ്, അല്ലാതെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടിയല്ല എന്നുള്ളതാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ചില ആൾക്കാർ എന്ന് പറയും BJP-യുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ കൂടി അല്ലെന്നേ നോക്കുന്നത്, ഞാൻ കൂടിയാണെന്നേ. ഞാനും എന്റെ കുടുംബവും എത്രയോ വർഷങ്ങളായി വോട്ട് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ശ്രീലേ, ഇപ്പൊ CPM-ന്റെ കാര്യം നിങ്ങൾക്ക് എന്താ പറയാൻ അവകാശം? ഞങ്ങൾക്ക് അവകാശമുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. ഈ നാട്ടിൽ നടക്കുന്ന ഏത് കാര്യത്തെയും വിശകലനം ചെയ്യാനും സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമൊന്നും ആരും കവർന്നെടുത്തിട്ടില്ല. അത് ഒരു പിണറായി വിജയനും ഒരു നരേന്ദ്രമോദിയും ഒരു രാഹുൽ ഗാന്ധിക്കും ഒന്നും ആരും രജിസ്റ്റർ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പേരിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആർക്കും അഭിപ്രായം പറയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജനാധിപത്യത്തിന്റെ തൂണുകളിൽ ഒന്ന് മാധ്യമങ്ങളാണ്, മാധ്യമപ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി ഈ മാധ്യമങ്ങൾ പക്ഷപാതിത്വം കാണിക്കരുത്. സത്യസന്ധമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ BJP അനുഭാവിയാണെന്ന് പറയുമ്പോഴും ആ മോശം പ്രവണതകളെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അല്ല, അതുകൊണ്ട് BJP ചെയ്ത ഒരു തെറ്റ്, അതിനെ സംബന്ധിക്കുന്ന വാർത്ത നമ്മൾ ചെയ്യണം. നമുക്ക് പ്രതിബദ്ധത ജനങ്ങളോടും രാഷ്ട്രത്തോടുമാണ്. ജനങ്ങൾ ഒത്തുചേരുമ്പോഴാണ് രാഷ്ട്രം ഉണ്ടാകുന്നത്. ദേശീയതയിൽ കോംപ്രമൈസ് ചെയ്യരുത്. അത് ഞങ്ങൾ ഇവിടെ നമ്മൾ പിണറായി വിജയന്റെ വിഷയത്തിലേക്ക് വരാൻ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇവർ ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ സമാനമായ വിഷയവും നമുക്ക് ഏറെ പറയാനുണ്ട്. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാം. പക്ഷെ ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് പറയാൻ കഴിയുന്ന കാര്യം, താമസം വിന പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തുനിന്ന് പുറത്താക്കപ്പെടും.
അതിന് അവർ ഓമനപ്പേര് പറയും, അനാരോഗ്യം നിമിത്തം സ്ഥാനമൊഴിയുന്നു എന്ന ഒരു നരേറ്റീവ് ഒക്കെ CPM ഉണ്ടാക്കും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് പിണറായിയുടെ പുറത്താക്കലാണ്. പിണറായി ആ സ്ഥാനത്തുനിന്ന് പാർട്ടി പുറത്താക്കും. പകരം അവിടെ KN ബാലഗോപാലിനെയോ അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ടുവരും. അത് അങ്ങനെ പുറത്താക്കുന്നത് പിണറായിയെ മാത്രമല്ല, MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുനിന്നും മാറ്റും. അത് അല്ല, വലിയ മാറ്റം വരുന്നുണ്ട്. അതായത് ഈ പയ്യന്നൂരിൽ മത്സരിച്ച അതുപോലെ തന്നെ പാർട്ടി വിട്ട് പോയ ഇവരെ എതിർത്ത് മത്സരിച്ച രണ്ടുപേരെയും അവരുടെ വാദങ്ങൾ കേൾക്കാമെന്നും തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരാമെന്നും ഒക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ കീഴടങ്ങളാണ്. എന്ത് തെറ്റ്? അവര് പക്ഷേ അതുപോലും പറയുന്നത് അവരുടെ കീഴടങ്ങളാണ്. CPM-ന്റെ കീഴടങ്ങളാണ്. CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടി അത് പറയുന്നത് 100% കീഴടങ്ങൾ. പാർട്ടിക്ക് എങ്ങനെയും തിരിച്ചു വരണം. അധികാരമില്ലാതെ പാർട്ടിക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 5 വർഷം കൊണ്ട് ഇന്നിപ്പോ 35 സീറ്റ് ഉണ്ടല്ലോ കയ്യിൽ. അതെങ്ങനെയെങ്കിലും ഒരു 72 75 ഒക്കെ സീറ്റുകൾ പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ച് അധികാരത്തിൽ വരണം. വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. മറ്റൊരു വലിയ അപകടം CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയൊക്കെ നിർജീവവും ബുദ്ധിശൂന്യവുമായിട്ടൊക്കെ പ്രവർത്തിച്ചാലും ശരി, കേരളത്തിൽ BJP വളരുന്നുണ്ട്. ജനം അവരെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് അത് കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ പച്ചയിൽ വളരുന്നതാണ്, ആ തണലിൽ വളരുന്നതാണ്. CPM-ന് അപകടം അറിയാം. കാരണം CPM-ൽ നിന്ന് ചോരുന്ന വോട്ട് പോകുന്നത് BJP-യുടെ പെട്ടിയിലേക്കാണ്. അത് UDF-ലേക്കല്ല. UDF-ലേക്കായിരുന്നെങ്കിൽ അവർക്ക് ഉറപ്പുണ്ട് 5 കൊല്ലം കഴിയുമ്പോൾ അത് തിരിച്ചു വരും. ഇനി അത് തിരിച്ചു വരില്ല. BJP-യുടെ പെട്ടിയിലേക്കാണ് പോകുന്നത്. അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് CPM-ന് അറിയാം. അതുകൊണ്ട് തന്നെ ഏതാണ്ട് കാലക്ഷേപം ചെയ്തിരിക്കുന്ന പിണറായി വിജയനെ അവർ അട്ടത്ത് വയ്ക്കും. അങ്ങനെ അട്ടത്ത് അത് പിണറായിയുടെ ഭാഷ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം പലരെ അങ്ങനെയാണല്ലോ, അട്ടംപരതി എന്നൊക്കെയാണല്ലോ വിളിച്ച് ആക്ഷേപിച്ചത്. അങ്ങനെ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും അട്ടത്ത് വെച്ചിട്ട് പാർട്ടി സമ്പൂർണ്ണമായിട്ടും MA ബേബി തുടങ്ങിയുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് വരും. അവരായിരിക്കും ഇനി പാർട്ടിയെ കൊണ്ടു നടക്കാൻ പോകുന്നത്. ആ പാർട്ടി ഈ പറയുന്നത് പോലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിജയിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യമാണ്. നന്ദി, നമസ്കാരം.